ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 5ാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പം ക്ലാസ് കാണുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കി തന്നെ പോവുക. നമ്മൾ നോട്ട്സൂടെ ഉൾപ്പെടുത്തിയാണ് ക്ലാസ്സുകൾ ഇടുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാനുള്ള 5ാമത്തെ ചാപ്റ്ററാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രത്യുൽപാദന ആരോഗ്യം. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു സമയം നിങ്ങളുടെ എല്ലാ ഈ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീനേജ് ആയിരിക്കും, അല്ലെ അഡോളസൻസ് പീരീഡ് ആയിരിക്കും, കൗമാര കാലഘട്ടമായിരിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരത്ത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളെപ്പറ്റി നിങ്ങളിലൊരു ബോധം ഉണ്ടാക്കുകയും അതിൻ്റെ എല്ലാം ആ ഒരു സമയത്തെ റീപ്രൊഡക്ഷൻ്റെ സമയത്തെ കാര്യങ്ങളിലെ എല്ലാ ഹെൽത്തിനെ പറ്റി നിങ്ങളിലേക്ക് ഒരു ബോധം ഉണ്ടാക്കുകയാണ് ഈ ചാപ്റ്ററിലൂടെ. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. പെൺകുട്ടികളുടെ ശാരീരിക സാമൂഹിക സുസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും തലമുറകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇന്ന് പെൺകുട്ടികൾക്ക് ശാരീരികമായിട്ട് സാമൂഹികമായിട്ടും അവരുടെ ആ ഒരു സുരക്ഷിതയാണ്, ഇപ്പോൾ അവർക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് നാളത്തെ ജനറേഷൻ്റെ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്തുന്നത് പറയാൻ പറ്റുന്നത്. കാരണം സ്ത്രീകളാണ് അടുത്ത ജനറേഷന് കാരണം. അപ്പം ഇവർക്ക് ഇന്ന് ലഭിക്കുന്ന ശാരീരിക സാമൂഹിക സുസ്ഥിതിയാണ് അടുത്ത തലമുറകൾ സുരക്ഷിതരാണെന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുണപ്രദമായ ആരോഗ്യ സേവനങ്ങൾ അവരുടെ അവകാശങ്ങളാണെന്നാണ് പറയുന്നത്. ഇപ്പം ഗുഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ സർവീസസ് ഈസ് ദി റൈറ്റ് ഓഫ് വുമൺ. അതുകൊണ്ട് തന്നെ നാളത്തെ ജനറേഷൻ സ്ത്രീകളുടെ ഇന്നത്തെ സുരക്ഷയും സാമൂഹ്യ സുസ്ഥിതിയും കാരണമാണ് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യം അവരുടെ അവകാശമാണെന്നാണ് പറയുന്നത്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ പോസ്റ്ററൊക്കെ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത വേറൊരു ബോക്സ് കൊടുത്തേക്ക് നോക്കി. ഓൾ ത്രൂ ദ ഹ്യൂമൻ സൊസൈറ്റി ഹാസ് അറ്റൈൻഡ് പ്രോഗ്രസ് ഇൻ സെവറൽ പാർട്സ് ഓഫ് ദി വേൾഡ്. ദർ ഈസ് എ സിറ്റുവേഷൻ ദാറ്റ് ഡെനീസ് അക്സസിബിലിറ്റി ടു അഡ്വക്കേറ്റ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. എന്താണ് പറയുന്നത്? സമൂഹം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം ലഭ്യമാകാത്ത സാഹചര്യം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും ഉണ്ട്, ഇല്ലേ? നമ്മുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ ലോകം എത്ര വലിയ പുരോഗതിയിലോട്ട് പോയാലും നമ്മുടെ രാജ്യത്ത് അല്ലെ നമ്മുടെ ലോകത്ത് ഇന്നും സ്ത്രീകൾക്ക് മതിയായ വിദ്യാഭ്യാസം, അവർക്ക് പഠിക്കാൻ സൗകര്യമില്ലാത്ത പെൺകുട്ടികളൊക്കെ ഇന്നും ഉണ്ടെന്നാണ് പറയുന്നത്. ദർ ആർ ഫോഴ്സ്ഡ് ടു ഗിവ് അപ്പ് ദെയർ സ്റ്റഡീസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ് ആൻഡ് ആർ കൺഫൈൻഡ് ടു മാരേജ്. അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത്? അവർ കുഞ്ഞ് ഒരു സമയം ആവുമ്പോഴേ, അവരുടെ ഒരു നിശ്ചിത പ്രായമാകുമ്പോഴേ അവർ പഠനം പാതി വഴിയിൽ നിർത്താനും പിന്നെ എന്തിലേക്ക് മാറാനാണ് പറയുന്നത്? വിവാഹം കഴിക്കാനും അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു അവരിലേക്ക്. ചൈൽഡ് കെയർ ആൻഡ് റേസിങ് ദെയർ ഫാമിലീസ്. അങ്ങനെ കുട്ടികൾ ഫാമിലി, കുടുംബമായി അവർ ആ ഒരു രീതിയിലേക്ക് മാറാൻ സമൂഹം അവരെ ഫോഴ്സ് ചെയ്യുന്ന ഒരവസ്ഥ ഇന്നും ഉണ്ടെന്നാണ് പറയുന്നത്. ദർ സ്റ്റിൽ എക്സിസ്റ്റ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഗേൾസ് ആർ ഫോഴ്സ്ഡ് ടു എൻഗേജ് ഇൻ കുക്കിംഗ് ആൻഡ് ഇൻ ഹൗസ് ഹോൾഡ് ചോഴ്സ് വൈൽ ബോയ്സ് പ്ലേ ആൻഡ് ഗോ ടു സ്കൂൾ. അപ്പം പെൺകുട്ടികൾ കല്യാണം കഴിച്ച് കുടുംബമായി കുക്കിംഗ് പഠിച്ച് വീട്ടുകാര്യങ്ങൾ നോക്കി ചെയ്യാൻ പറയുന്ന അതേ സിറ്റുവേഷനിൽ അതേ പ്രായമുള്ള ബോയ്സ് എന്തെടുക്കുകയാണ്? അവർ കളിക്കുകയും സ്കൂളിൽ പോവുകയും ചെയ്യാൻ അവർക്ക് അവിടെ ഒരു റൈറ്റ്സും ഉണ്ട്. അവരെ ആരും ഈ പെൺകുട്ടികളെ നിർബന്ധിക്കുന്ന കൂട്ട് വിവാഹം കഴിക്കാനോ പഠനം നിർത്താനോ ലൈഫ് അങ്ങനെയാണ്, കുടുംബം നോക്കി ജീവിക്ക് കുട്ടികൾ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. അതേസമയം ബോയ്സിനെല്ലാം ആ റൈറ്റ്സ് കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ടു അൺകോമൺ ടു ബി ഡിനൈഡ് ദാറ്റ് ദ റൈറ്റ് ടു ഗോ ടു വർക്ക് ഓർ ടു ചൂസ് എ കരിയർ. പിന്നെന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് അത് മാത്രമല്ല, പെൺകുട്ടികൾക്ക് അത് മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാനോ അവർക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാൻ പോലുമുള്ള അവകാശം അത് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ വുമൺ ഓഫ് ടേൺ ഫേസ് റെസ്ട്രിക്ഷൻ നോട്ട് ഓൺലി ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് ബട്ട് ആൾസോ ഇൻ പേഴ്സണൽ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലും മാത്രമല്ല, അവർ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിന് പോലും, അവർ സ്വന്തം കാര്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് അവിടെയും അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സ്ത്രീകളുടെ ആ ഒരു പരിമിതികൾ ഉള്ള സിറ്റുവേഷൻ ഇന്നും നമ്മുടെ ലോകത്തുണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പം അത് നമ്മൾ മാറിയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിലും പലയിടത്തും ഇപ്പം നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചിലർ വെറുതെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, പണ്ടത്തേനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും അതൊക്കെ മാറും കാഴ്ചപ്പാടുകൾ. ഇതൊന്നും മാറാത്ത പല
സമൂഹം ഇന്നുണ്ടെന്നാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബേസ്ഡ് ഓൺ ദി ഹിൻസ് ഗിവൺ ബിലോ ഡിസ്കസ് ആൻഡ് സമ്മറൈസ് ദ ഐഡിയാസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ആ മേളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു കാര്യങ്ങളെല്ലാം ആസ്പദമാക്കി നിങ്ങൾക്ക് കിട്ടിയ ആശയങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇവിടെ പോയിന്റ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലീഡർഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പൊസിഷൻസ്. എന്താണ്? തുല്യ അവസരങ്ങൾ നൽകണം. എന്തിലൊക്കെ? നേതൃത്വമായാലും ലീഡർഷിപ്പിലാണെങ്കിലും എന്താണ്? തീരുമാനമെടുക്കാൻ. സ്വന്തം കാര്യങ്ങളിലായാലും അവർ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും തീരുമാനമെടുക്കാനും നേതൃത്വവും സ്ഥാനങ്ങൾ, അവരുടെ ഓരോ പൊസിഷൻസ്, ലീഡർഷിപ്പ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, ബോയ്സിന് കൊടുക്കുന്ന അതേ ഒരു റൈറ്റ്സ് ഗേൾസിനും കൊടുക്കണം. ഇക്വാലിറ്റി വേണം. അടുത്ത പറയുന്നത് ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ എനിവെയർ അറ്റ് എനി ടൈം വിത്ത് ഫ്രീഡം ആൻഡ് സെക്യൂരിറ്റി. എവിടെ വേണേലും എപ്പോൾ വേണേലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും വേണം. അതിനുള്ള അവസരം വേണം. മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് ആ ഒരു ലിമിറ്റുണ്ട്. ആ ഒരു ലിമിറ്റ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. കാരണം രാത്രിയായാലും അവിടെ പോകരുത്, അവിടെ പോകരുത്, ആ സ്ഥലത്ത് പോകരുത്, ഈ സ്ഥലത്ത് പോകരുത്. പക്ഷേ ബോയ്സിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. അപ്പോൾ ആ ഒരു ഇൻഇക്വാളിറ്റി അവിടെ നിന്ന് മാറണം. അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരാൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ വീട്ടിലെ ചിന്ത മാറിയെന്നും പറഞ്ഞിട്ട് അത് പോസിബിൾ ആവില്ല. സമൂഹം മൊത്തം അങ്ങനെ ചിന്തിക്കണം. എങ്കിലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കത് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അടുത്ത പോയിന്റ്, ഈക്വൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള തുല്യത, അവർക്ക് പഠിക്കാനുള്ള അവകാശം തുല്യമായിരിക്കണം. രണ്ടുപേർക്കും പഠിക്കാൻ ഉള്ള അവകാശം വേണം. ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക്. തുല്യ ജോലിക്ക് തുല്യ വേതനം. ഒരു ജോലി ആണാണേലും പെണ്ണാണേലും ചെയ്യുകയാണെങ്കിൽ സെയിം ജോലി ആണേലും അവർക്ക് എന്താണ്? സെയിം വേജ് ആയിരിക്കില്ല കിട്ടുന്നത്, ശമ്പളം ആയിരിക്കില്ല കിട്ടുന്നത് ചിലയിടത്ത്. അപ്പം നേരത്തെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സമൂഹങ്ങളിൽ അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പം ഇതൊക്കെ നിങ്ങളിലൊരു ബോധം കൊണ്ടുവരികയാണ്. നിങ്ങളും നമ്മുടെ ഇന്നത്തെ തലമുറ അതിൽ നിന്നൊക്കെ മാറണം എന്നൊരു ബോധം കൊണ്ടുവരാനാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇവിടെ തന്നേക്കുന്നത് പോലും. പിന്നെന്താണ്? ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ഫോർ മെൻ ആൻഡ് വുമൺ ഇൻ ഫാമിലി കെയർ ആൻഡ് ഹൗസ് ഹോൾഡ് ചോഴ്സ്. കുടുംബ പരിചരണത്തിലും വീട്ടുജോലികളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പങ്കിട്ട ഉത്തരവാദിത്തങ്ങളായിരിക്കണം. അപ്പം എന്താണ് പറയുന്നത്? ഇത് പെണ്ണ് ചെയ്യേണ്ട ജോലിയാണ്, ഇത് ആണ് ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ രണ്ടുപേരെ മാറ്റി നിർത്തരുത്. രണ്ടും മ്യൂച്വലായിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിലൂടെ പോവുക. മനസ്സിലായില്ലയോ? ആണ് ചെയ്യേണ്ട ജോലി, പെണ്ണ് ചെയ്യേണ്ട ജോലി അങ്ങനെ മാറ്റി നിർത്താതെ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോവുക. ഇത്രയാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. സെക്സ് ആൻഡ് ജെൻഡർ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സെക്സ് ആൻഡ് ജെൻഡർ, ലിംഗഭേദവും ലിംഗപദവി. നോക്കി, ദ സെക്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് യൂഷ്വലി ഐഡൻറ്റിഫൈഡ് അറ്റ് ബർത്ത്. സാധാരണ നമ്മൾ ജന്മസമയത്താണ് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയുന്നത്, ഇല്ലേ? ക്രോമസോംസ്, ഹോർമോൺസ് ആൻഡ് മെനി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദി ബേസിക്സ് ഫോർ ദി ബയോളജിക്കൽ ഡിഫറൻറ്റേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ്. എന്താണ് പറയുന്നത്? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന ബയോളജി പരമായിട്ട് എന്താണ്? ക്രോമസോംസും ഹോർമോൺസും അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, അകത്തും പുറത്തും നടക്കുന്ന ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ബന്ധപ്പെട്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്താണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയാൻ സാധിക്കുക. The category intersex includes those who are born with the reproductive organs that are neither fully female nor male or a combination of both or with the chromosomes having variations. പിന്നെന്താണ് പറയുന്നത്? പ്രത്യുൽപാദന അവയവങ്ങൾ പൂർണ്ണമായും സ്ത്രീയുടെയോ പുരുഷൻ്റെയോ അല്ലാത്തതായോ ഇവ രണ്ടും ചേർന്നതായോ വ്യത്യസ്തമായ ക്രോമസോമുകൾ ഉള്ളവരായോ ജനിച്ചവരാണ് ഇൻ്റർസെക്സ് വിഭാഗത്തിൽ പെടുന്നത്. അപ്പം ആണ് പെണ്ണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻ്റർസെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പം റീപ്രൊഡക്റ്റീവ് ഓർഗൻ പെണ്ണായിരിക്കാം, ആണായിരിക്കാം. ചിലപ്പം പിന്നെന്താണ് പറഞ്ഞാൽ ചിലപ്പം വ്യത്യസ്ത റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിരിക്കാം, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ അല്ലാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ ഇവ രണ്ടും ചേർന്നതോ ആയിട്ടുള്ളവരായിരിക്കാം. ഇവരെയാണെന്ന് പറയുന്നത് ഇവർ രണ്ടും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ക്രോമസോമുകൾ ഇവർ രണ്ടുപേരുടെയും ആയിട്ടുള്ളതോ ആയവരെയാണ് ഇൻ്റർസെക്സ് വിഭാഗത്തിൽ നമ്മൾ പറയുന്നത്. അങ്ങനെ 40ഓളം എബൌണ്ട് 40 ഇൻ്റർസെക്സ് ടൈപ്സ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഇങ്ങനെ പല വ്യത്യസ്തത കാണിക്കുന്ന 40 ഇൻ്റർസെക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് ഇതുവരെയും പറയുന്നത്. പിന്നെ നമുക്ക് അവിടെ പഠിക്കാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ത്? ട്രാൻസ്ജെൻഡർ. ഇല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. നമുക്ക് ഇപ്പം
എല്ലാവരും അറിഞ്ഞു വരുന്ന കാര്യങ്ങളായിരിക്കാം. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് പറയുന്നത് നോക്കി. ട്രാൻസ്ജെൻഡർ is a general term used to denote individuals who identify themselves as non-conforming to their sex at birth and wish to live according to the gender identity in which one is convinced of. എന്താണ് പറയുന്നത്? ജനിച്ചപ്പോഴുള്ള ലിംഗത്തോട് യോജിച്ചു പോകുന്നില്ല എന്ന തിരിച്ചറിവ് സ്വയം ബോധ്യപ്പെട്ട ലിംഗ പദവി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ. അവരെ മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കുമ്പം അവർക്ക് അവരുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ വെച്ച് അവരെ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവർ വളർന്നു വരുമ്പം അവർക്ക് ബോധ്യപ്പെടും അവരുടെ ആ ഒരു സ്വഭാവം. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും അവരെന്താണ് അവർക്ക് ആ ഒരു അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്താണ് ആ ഒരു വ്യക്തികളെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ നിന്ന് പഠിച്ചു വെക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. സൊസൈറ്റി പ്രിസ്ക്രൈബ്സ് ഓർ ഇമ്പോസസ് ഓൺ മെൻ ആൻഡ് വുമൺ ഡിഫറെൻറ്റ് characteristics of conduct and behavior as well as responsibilities and duties regardless of the individual's skills or peculiarities. പിന്നെന്താണ് പറയുന്നത്? സമൂഹം വ്യക്തിയുടെ നൈപുണ്യമോ സവിശേഷതകളോ പരിഗണിക്കാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ സ്വഭാവ സവിശേഷതകളും പെരുമാറ്റങ്ങളും ഉത്തരവാദിത്തങ്ങളും ചുമതലകളും നിഷ്കർഷിക്കുകയോ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ വളർത്തിയെടുക്കുക. കാരണം ആൺകുട്ടിയാണെങ്കിൽ അവനാണാണ്, അവൻ അങ്ങനാണ്, അവൻ ഇങ്ങനെ പെൺകുട്ടികളുടെ കൂട്ട് ചെയ്യരുത്, ആ രീതിയിൽ അവരെ പറഞ്ഞ് ജനിക്കുമ്പോഴേ ഒരു കുട്ടിയെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ എങ്ങനെയാണ് ആണാന്നും വെച്ചിട്ട് ആണുങ്ങളെ പോലെ ആണുങ്ങൾ എങ്ങനെയാണെന്നൊരു ചിന്തയുണ്ട്. ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ നമ്മളെല്ലാവരും കേട്ടുള്ള അവനാണാണ്, ഇവള് പെണ്ണാണ്, പെൺകുട്ടിയുടെ കൂട്ട് നടക്കൂ, ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് നോക്കി. ജെൻഡർ ഈസ് ഷേപ്ഡ് ബൈ പ്രിസ്ക്രിപ്ഷൻസ് സച്ച് ആസ് ബോയ്സ് ഷുഡ് നോട്ട് ക്രൈ ആൻഡ് ഗേൾസ് ഷുഡ് നോട്ട് ഡു സർട്ടൻ ജോബ്സ്. This often becomes discrimination based on gender which are against human rights. എന്താണ് അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്നത്? ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം, ആ ഒരു ലിംഗ പദവി വ്യത്യാസം അവിടെ നമ്മൾ കേട്ടുള്ള അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇതെന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. അത് എന്തിനെതിരെയാണെന്നാണ് പറയുന്നത്? മനുഷ്യാവകാശങ്ങൾക്ക് ലിംഗ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളായി മാറും. അപ്പോൾ ഇത് പറയുന്നത് തെറ്റാണ്. പെണ്ണങ്ങനാണ്, ആണങ്ങനാണ്. അപ്പോൾ അത് ലിംഗ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസമാണ്. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടുന്ന് പറയാനുള്ളത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ജെൻഡർ എന്താണെന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ പഠിക്കണം. അതിവിടെ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എക്സ്ട്രാ ഒന്നും പഠിക്കേണ്ട. പിന്നെ സ്ത്രീകളുടെ പുരുഷന്മാരിലെ ആ ഒരു വിവേചനം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ബോക്സാണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ട് ഇപ്പം നിങ്ങളെല്ലാം നിങ്ങളുടെ ഒരു അഡോളസൻസ് പീരീഡാണ്, ഒരു കൗമാര കാലഘട്ടമാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ശരീരത്ത് ഫിസിക്കലായിട്ടും ബയോളജിക്കലായിട്ടും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറിയാം. അതിനെപ്പറ്റി നിങ്ങൾ ഓരോരുത്തർക്കും, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും അതിനെപ്പറ്റി അറിയാനും ആഗ്രഹം ഉണ്ടായിരിക്കും ഇല്ലേ? ആ ഒരു ക്യൂരിയോസിറ്റി കാരണം ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ് മറ്റെന്തും ആയിക്കോട്ടെ, മറ്റാരിൽ നിന്ന് ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു റിലേറ്റഡ് അറിവുകൾ നിങ്ങൾ എന്താണ് ശരിയാണെന്ന് വെക്കുകയും നിങ്ങൾ അതിൽ നിന്നും അപകടത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളെ സംരക്ഷിക്കണം. നിങ്ങളൊരു തെറ്റായ ഒരു സ്പർശനം ഉണ്ടായാൽ അവിടെ നിങ്ങൾ അത് തെറ്റാണ്, അത് ഗുഡ് ടച്ച് ഏതാണ് ബാഡ് ടച്ച് ഏതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കണം. അതിനെപ്പറ്റി അവബോധം ഉണ്ടായിരിക്കണം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ധൈര്യം കാണിക്കണം. നിങ്ങൾ ഈ മനസ്സിലാക്കുന്ന നിങ്ങളെ വഴി തെറ്റിക്കാനായിട്ട് ചുറ്റിനുമുള്ള മീഡിയാസ് പ്ലാറ്റ്ഫോമും എല്ലാം വഴി നിങ്ങൾക്ക് കിട്ടുന്ന ഈ അറിവ് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ച് നിങ്ങൾ മറ്റുള്ളവരിലേക്കും തെറ്റായ രീതിയിലേക്ക് പെരുമാറരുത്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങളെ സ്വയം ഇതിനു വേണ്ടി നിങ്ങൾക്ക് പറ്റാത്ത സാഹചര്യം നിങ്ങൾ രക്ഷിതാക്കളോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രവർത്തകരോടോ അല്ലെങ്കിൽ അവരോടൊക്കെ സഹായം
തേടാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ മൊത്തത്തിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലുണ്ടാകുന്ന ചേഞ്ചസും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ വഴിതെറ്റിക്കാനായിട്ട് പല രീതിയിലുള്ള കെണികളും ചുറ്റിനും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പം തെറ്റായ രീതിയിലോട്ടൊന്നും പോകരുതെന്നാണ് ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അടുത്തായിട്ട് ഇവിടെ ചോദിച്ചേക്കുന്നത് many changes occurs in the body during the phase. Haven't you understood these changes? What are the main changes and their causes? Leads them. അപ്പം ഈ ഒരു പ്രായത്തിൽ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. അതിൽ 2 ഇവിടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നോട്ട്സ് ലാസ്റ്റ് തരുന്നുണ്ട്. അപ്പം നോട്ട്സ് ആക്കി തരാം. ഇവിടെ നമുക്ക് പറഞ്ഞു പോകാം എന്തൊക്കെയാണ്. അണ്ടർആംസിലെല്ലാം ഹെയർസ് ഗ്രോത്ത് ചെയ്യും, വളരും. പിന്നെ സൗണ്ട്, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സൗണ്ടൊക്കെ ചേഞ്ച് ചെയ്യും. അടുത്തായിട്ട് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ തന്നിട്ടുണ്ട്. പ്യൂബർട്ടി ഈസ് അറ്റൈൻഡ് വെൻ സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ് ഇൻ ബോയ്സ് ആൻഡ് മെൻസ്ട്രേഷൻ ഇൻ ഗേൾസ്. അപ്പോൾ ആൺകുട്ടികളിൽ ശുക്ലോൽപാദനവും പെൺകുട്ടികളിൽ ആർത്തവവും ആരംഭിക്കുന്നതോടെയാണ് പ്രത്യുൽപാദന ശേഷി കൈവരുന്നത്. അപ്പം പെൺകുട്ടിയാണെങ്കിൽ അവിടെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും, ആൺകുട്ടിയാണെങ്കിൽ സെമൻ പ്രൊഡക്ഷനും സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ടൈം തൊട്ടാണ് അവർക്ക് എന്താണ് പറയുന്നത്, പ്യൂബർട്ടി, അവരുടെ പ്രത്യുൽപാദന ശേഷി വരുന്നതെന്നാണ് പറയുന്നത്. മറ്റ് വേറെ മാറ്റങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വിത്ത് പ്യൂബർട്ടി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്സിലറേറ്റ്. പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും സ്പീഡിലാകുന്നു. പിന്നെന്താണ് പറയുന്നത്, നേരത്തെ പറഞ്ഞുകൊണ്ട് സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നുണ്ട്. സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്. ഇറക്ഷൻ ഓഫ് പെനിസ് ഒക്കേഴ്സ് അറ്റ് ദി ബ്ലഡ് ഫ്ലോ ടു ഇറ്റ്സ് ഇൻക്രീസസ്. വിത്ത് പുബർട്ടി ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആക്സിലറേറ്റ്. സെമൻ പ്രൊഡക്ഷൻ ബിഗിൻസ്. പ്രായപൂർത്തിയാകുന്നതോടെ ആൺകുട്ടികളുടെ പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ചയും വികാസവും വേഗത്തിലാകുന്നു. ശുക്ലോൽപാദനം തുടങ്ങുന്നു. സെമൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറക്ഷൻ ഓഫ് പെനിസ് ഒക്കേഴ്സ് ആസ് ദി ബ്ലഡ് ഫ്ലോ ടു ഇറ്റ് ഇൻക്രീസസ്. അറ്റ് ദിസ് സ്റ്റേജ് ഇജാക്കുലേഷൻ മേ ഒക്കേർ ഡ്യൂറിങ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. അപ്പം സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുന്നു, ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടെ ലിംഗോദ്ധാരണം നടക്കുന്നു, ഇറക്ഷൻ നടക്കുന്നു. ഈ ഘട്ടത്തിൽ ചിലപ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കത്തിലായിരിക്കാം ഇജാക്കുലേഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. സച്ച് നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസ് ആർ സൈൻസ് ഓഫ് ഗ്രോത്ത്. ഇങ്ങനെ ശരീരത്തിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും, നാച്ചുറലായിട്ട് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിൽ വളർച്ച നടക്കുന്നതിൻ്റെ അടയാളങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് പേഴ്സൺ അറ്റൈൻസ് പ്യൂബർട്ടി അറ്റ് എ ഡിഫറെൻറ്റ് പേസ് ആൻഡ് സ്പീഡ്. ഓരോ വ്യക്തിയിലും ഈ ഓരോ വളർച്ചകളും ഓരോ രീതിയിലായിരിക്കാം, ഓരോ സ്പീഡുകളിലായിരിക്കാം നടക്കുന്നത്. ഇവിടുന്ന് ഈ പോയിൻറ്റ്സ് എല്ലാം ഓർത്തിരിക്കേണ്ടതാണ്. പിന്നെ താഴെ തന്നിരിക്കുന്നത് ആ ഒരു പടമാണ്. അത് സ്ത്രീകളിൽ നടക്കുന്ന, പ്രായപൂർത്തിയാകുമ്പം സ്ത്രീകളിൽ മെനിസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും പുരുഷന്മാരിൽ ആൺകുട്ടികളിൽ സെമൻ പ്രൊഡക്ഷനാണെന്ന് പറഞ്ഞു. സെമൻ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി മെനിസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് നോക്കാം. സ്ത്രീകൾ പ്രായപൂർത്തിയാകുമ്പം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് നമുക്കറിയാം. ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുമുണ്ട്. 28 ആണ് തന്നിരിക്കുന്നത്. ആ 28 നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത് 28 ഡേയ്സ് എന്നാണ്. ഓരോ 28 ഡേയ്സ് കഴിയുമ്പോഴും ഇങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ മെനിസ്ട്രൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മെനിസ്ട്രൽ സൈക്കിൾ എന്ന് നിങ്ങൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമിലുള്ള യൂട്രസിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇവിടെ തന്നേക്കുന്നത്. ആദ്യത്തെ ഒരു 6 ഫേസിൽ 6 ദിവസങ്ങളിൽ അവിടെ തന്നിരിക്കുന്ന ബ്ലഡ് ഫ്ലോ ആണ്, അല്ലെങ്കിൽ ബ്ലീഡിങ് ആണ് അല്ലേ. നമുക്കറിയാം, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ 6 ദിവസം അവിടെ ബ്ലീഡിങ്ങിനെയാണ് കാണിച്ചിരിക്കുന്നത്. ബ്ലീഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിലെ ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി അതാണ് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തു വരുന്നത് ആദ്യത്തെ 6 ദിവസം. പിന്നെ 7 മുതൽ 13 ദിവസം, ആ ഒരു 7 മുതൽ 13 ദിവസം അവിടെ നോക്കി, ആ ഒരു വളർച്ചാ കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്നത് അവിടെ പടം പോലെ തന്നിട്ടുണ്ട് റെഡ് കളറിൽ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു വളർച്ച, ഒരു ഗ്രാഫ് വളരുന്ന കൂട്ടല്ലേ തന്നേക്കുന്നത്. അവിടെ യൂട്രസ് വളരുകയാണ്. യൂട്രസിൽ
അവിടെ ഫോളിക്കിൾ, ഓവത്തിനുള്ളിലെ ഫോളിക്കിൾ വലുതാകുകയാണ്. ആ ഒരു വളർച്ചയാണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ 14ാമത്തെ ദിവസം ആകുമ്പം ആ 14ൻ്റെ നേർക്ക് കൊടുത്തേക്ക് നോക്കി, ഓവറ് പൊട്ടി ഓവ്യൂള് പുറത്ത് വരികയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഓവ്യൂള് പുറത്ത് വന്ന് നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഗർഭാശയമൊക്കെ വളർന്ന് അവിടെ നല്ല ബ്ലഡ് വെസൽസൊക്കെ ഫോം ചെയ്ത് ആ ഒരു യൂട്രസിൻ്റെ വാളൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറും. ആ ഒരു ഓവം പുറത്ത് വന്നിട്ട് ഓവം വെയിറ്റ് ചെയ്യും. എന്തിന് വെയിറ്റ് ചെയ്യും? അവിടെ ഫ്യൂഷൻ വെയിറ്റ് ചെയ്യും. സെമൻ വന്നിട്ട്, സെമനല്ല സ്പേം വന്നിട്ട് അവിടെ ഫ്യൂഷൻ, ഓവവും സ്പേമും തമ്മിലുള്ള ഫ്യൂഷൻ നടക്കാൻ വേണ്ടി ഓവം പുറത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കത്തില്ല? ഫ്യൂഷൻ നടക്കുന്നില്ല. അവിടെ രണ്ടുപേരും ഫ്യൂഷൻ സംഭവിക്കുന്നില്ല. സ്പേമും ഓവും തമ്മിലുള്ള ഫ്യൂഷൻ, അവർ തമ്മിലുള്ള ഫ്യൂഷൻ സംഭവിക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ആ ആൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇത്രയും നാളും ഫ്യൂഷൻ സംഭവിക്കുക. എത്ര ദിവസം? ഈ 14 ദിവസം തൊട്ട് 28 ദിവസം വരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന പിക്ചർ ഈ ഒരു ഓവം പുറത്ത് വന്നിട്ടുള്ള ആ ഫോളിക്കിളാണ് ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പഠിക്കാനില്ല. ആ ഒരു ഫോളിക്കിൾ ആ ഒരു സമയത്ത് പ്രൊജസ്ട്രോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകാറുണ്ട്. ഈ ഹോർമോണ് പ്രൊജസ്ട്രോണ് നമ്മുടെ ഗർഭാശയം നല്ല കട്ടി കൂടി സ്മൂത്താക്കി കട്ടിയുള്ളതൊക്കെ ആയിട്ട് വളരും, പ്രിപ്പയർ ചെയ്യും. എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അവിടെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞിന് കിടക്കാനുള്ള ഒരു സ്മൂത്തായിട്ടുള്ളൊരു മെത്ത പോലെ നമ്മുടെ യൂട്രസിനെ പ്രിപ്പയർ ചെയ്യും. പക്ഷേ 28 ദിവസം വരെ വെയിറ്റ് ചെയ്യും. അവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല എങ്കിൽ അതെന്ത് സംഭവിക്കും? അവിടെ ഫ്യൂഷൻ നടന്ന് പ്രഗ്നൻസി ഉണ്ടായില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു യൂട്രസ് പിന്നെയും അവിടുന്ന് ബ്ലഡ് വെസൽസ് എല്ലാം പൊട്ടി പുറത്ത് വരും. അതാണ് പിന്നെയും 28 ദിവസം കഴിയുമ്പം ഈ മെൻസ്ട്രേഷൻ ഒരു സൈക്കിൾ പോലെ എല്ലാ മാസവും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇതുകൂട്ട് തന്നെ പിന്നെയും 6 days പീരീഡ്സ് എന്ന് പറയും, ബ്ലീഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഫോളിക്കിളിനകത്ത് ഓവം വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ സൈക്കിൾ പോലെ പോകുന്നൊരു പ്രോസസ്സാണ് ഈ മെൻസ്ട്രേഷൻ. അപ്പം മെൻസ്ട്രേഷൻ പഠിച്ചു, സെമൻ പ്രൊഡക്ഷനും പഠിച്ചു. ഫെർട്ടിലൈസേഷൻ മേ പോസിബിൾ ഇൻ ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് ദി സൈക്കോട്ട് ഈസ് ഫോംഡ്. ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ആ സമയത്തും സംയോഗത്തിന് സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവിടെ സ്പേമും ഓവും തമ്മിൽ ഫ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ് സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ആൻഡ് സൈഗോട്ട് ഈസ് ഫോംഡ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ അവിടെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഓവം വെയിറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു, നടന്നു കഴിഞ്ഞാൽ ഓവം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് യൂട്രസിൻ്റെ വാള് നല്ല സോഫ്റ്റ് ആവുകയും ബ്ലഡ് സെൽസെല്ലാം ഫോം ചെയ്ത് കട്ടി കൂടുകയും, ആ ഒരു പടം നോക്കിയാൽ അറിയാം അവിടെ കട്ടിയാവുന്ന കണ്ടില്ലേ, ആദ്യത്തേനെ കട്ടി കൂടുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ചെയ്യുന്ന എന്തിനാണ്? അവിടെ ഫ്യൂഷൻ നടക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷെ അവിടെ ഫ്യൂഷൻ നടന്നില്ല എങ്കിൽ ആ ബ്ലഡ് സെൽസ് എല്ലാം അതേപടി ആ ഒരു നിർമ്മിച്ച് വെച്ച യൂട്രസ് വാളെല്ലാം അതേപടി മെൻസ്ട്രൽ സൈക്കിളായിട്ട് പിന്നെയും വരികയാണ്. മെൻസ്ട്രേഷൻ അവിടെ നടക്കുകയാണ്. അപ്പം ബ്ലീഡിങ് ഉണ്ടാവുകയാണ്. അപ്പം അവിടെ ഫ്യൂഷൻ നടന്നു എന്ന് വെക്കുക. നടക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഓവവും സ്പേമും തമ്മിൽ കൂട്ടിച്ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുമ്പം അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? സൈഗോട്ട്. കുഞ്ഞ് താണ്ടം എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഫോം സൈഗോട്ട് ഫോം ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ ഒരു മെൻസ്ട്രൽ സമയത്ത്, മെൻസ്ട്രേഷൻ പീരീഡിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈജീനുണ്ട്, കുറച്ച് ശുചിത്വങ്ങളുണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. ജെനിറ്റൽ ഇൻഫെക്ഷൻ ആർ മോർ ലൈക്ലി ടു ഒക്കർ ഡ്യൂറിങ് പ്യൂബർട്ടി. ഈ ഒരു കൗമാര കാലഘട്ടത്തിൽ, പ്രായപൂർത്തി കൈവരിക്കുന്ന കൗമാര കാലഘട്ടത്തിൽ ജനേന്ദ്രിയ ഭാഗങ്ങളിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, ഇല്ലേ? ഇങ്ങനെ മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ നടക്കുന്ന സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മന്ത്ലി ഇത് വന്നുകൊണ്ടിരിക്കും, 28 days കൂടുമ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അവിടെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാം, കൃത്യമായ ഹൈജീൻ പാലിച്ചില്ലെങ്കിൽ. ടു പ്രിവെൻറ്റ് ദിസ്, സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ ടു വാഷ് ദെയർ പാർട്സ് വിത്ത് മൈൽഡ് സോപ്പ് സൊല്യൂഷൻ. ഇത് തടയാൻ വേണ്ടി ഈ ഭാഗം നിങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പ് ലായനി ഉപയോഗിച്ച് കഴുകാനാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. വീര്യം കുറഞ്ഞത്. മോയ്സ്ചർ ക്യാൻ ലീഡ് ടു ഫംഗൽ ഇൻഫെക്ഷൻ. ഈർപ്പം
ഫംഗസ് അണുബാധയ്ക്ക് കാരണമാകുന്നു. ഈർപ്പം എപ്പോഴും നനഞ്ഞിരിക്കുന്നത് അവിടെ ഫംഗസ് ബാധയ്ക്ക് കാരണമുണ്ടാവാം. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ് ദി ജെനിറ്റൽ ഏരിയ വിത്തൗട്ട് മോയ്സ്ചർ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഈർപ്പരഹിതമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ന് വെച്ചാൽ നനവില്ലാതിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. വിയറിംഗ് ഡ്രൈ കോട്ടൺ അണ്ടർ ഗാർമെൻറ്റ്സ്, ഫെസിലിറ്റേറ്റിംഗ് എയർ സർക്കുലേഷൻ ആൻഡ് ചേഞ്ചിങ് ദം ഡെയിലി വിത്ത് will help to keep the genital area dry and decrease bacterial and ഫംഗൽ ഗ്രോത്ത്. അപ്പം അതിനുവേണ്ടി ദിവസവും നമ്മൾ ഇട്ടേക്കുന്ന അടിവസ്ത്രങ്ങൾ മാറ്റുന്നതും പിന്നെ വായു സഞ്ചാരത്തിന് ഇടയാക്കുന്ന ഉണങ്ങിയ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ ഒരു ഭാഗത്തെ ഈർപ്പരഹിതമാക്കുന്നതിനും ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയൊക്കെ വളർച്ച കുറയ്ക്കാനും സഹായിക്കുന്നു. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ തന്നേക്കുന്നത് തന്നെ. നിങ്ങളും അതെല്ലാം ബോധപൂർവമായി ഇരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് ഇവിടെ പറഞ്ഞ ബാക്കി നോക്കി. ഫ്രം കൺസെപ്ഷൻ ടു പാർച്ചുറേഷൻ ദ ബോഡി അണ്ടർഗോസ് മേ ചേഞ്ചസ്. ദിസ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ ദി പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫ്യൂഷൻ നടന്നു. അപ്പം അവിടെ എന്ത് സംഭവിക്കും? പ്രഗ്നൻ്റ് ആണെന്ന് പറയും. ആ സമയം മുതൽ, ആ പ്രഗ്നൻസി ടൈം മുതൽ പ്രസവം വരെ, കുഞ്ഞ് പുറത്ത് വരുന്ന പ്രസവം വരെ നിരവധി മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ഇതിന് തുടക്കമിടുന്നത് ബീജസംയോഗ പ്രക്രിയയാണ്. ആ ഫെർട്ടിലൈസേഷനാണ് ഇതിന് തുടക്കമിടുന്നത്. ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അന്ന് മുതൽ പ്രസവം വരെയും ഉണ്ടാകാറുണ്ട്. തുടക്കമിടുന്നത് ഫെർട്ടിലൈസേഷനാണ്. ബീജങ്ങൾ തമ്മിൽ സംയോജിക്കുന്നതാണ്. ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് അനലൈസ് ദി ഗിവൺ ഡിസ്ക്രിപ്ഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. താഴെ അപ്പം ഫെർട്ടിലൈസേഷൻ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് തന്നേക്കുന്നത് നോക്കിയിട്ട്, ആ ഒരു ഫിഗർ നോക്കിയിട്ട് നമുക്ക് എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് ഇനി പഠിക്കാം. നോക്കിക്കേ. ഫെർട്ടിലൈസേഷൻ ബീജസംയോഗം, അതാണ് ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് തുടക്കം എന്നാണ് പറയുന്നത്. The semen deposited by the penis into the vagina during sexual intercourse contains approximately 400 million sperms. ഇപ്പോൾ ലൈംഗിക ബന്ധം നടക്കുമ്പം അതിലൂടെ പുരുഷലിംഗം യോനി നാളത്തിലേക്ക് നിക്ഷേപിക്കുന്ന ശുക്ലത്തിൽ ഏകദേശം 400 ദശലക്ഷം സ്പേംസ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ ഇൻ്റർകോഴ്സ് നടക്കുമ്പം അവിടെ സ്ത്രീകളുടെ വജൈനയിലേക്ക് അവിടെ ആ ഒരു സ്പേമിൻ്റെ എണ്ണം 400 ദശലക്ഷമാണ് ഏകദേശം അവിടെ പറയുന്നത്. അവിടേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്പേംസിൻ്റെ എണ്ണം. ഫ്രം ദി വജൈന ദേ മൂവ് ടു ദി യൂട്രസ് ത്രൂ ദ സെർവിക്സ്. അവ പിന്നെന്താണ്, വജൈനയിൽ നിന്നും സെർവിക്സിലൂടെ ഗർഭാശയത്തിലും എത്തുന്നു. അപ്പം സ്ത്രീകളുടെ ശരീരഭാഗമാണ് ആദ്യം വജൈന, പിന്നെ അതിലൂടെ സെർവിക്സിൽ നിന്നും എവിടെ എത്തുന്നു? ഗർഭാശയത്തിൽ, യൂട്രസിലെത്തുന്നു. സ്പേംസ് മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ടെയിൽസ് അറ്റ് എ സ്പീഡ് ഓഫ് അബൌട്ട് 1.5 millimeter per minute. അപ്പം ഈ സ്പേം എന്ന് പറയുന്നത് അവ വാലിൻ്റെ സഹായത്താൽ, ഈ സ്പേംസിനൊരു വാലുണ്ട് ഇവിടെ തന്നേക്കുന്ന തൊട്ട്, അതിൻ്റെ സഹായത്താൽ 1 മിനിറ്റിൽ ഏകദേശം 1.5 millimeter എന്ന വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം സ്പേംസ് അതിൻ്റെ വാലിൻ്റെ സഹായത്താൽ 1.5 millimeter വേഗതയിൽ സഞ്ചരിച്ച് ബട്ട് ഓൺലി അബൌട്ട് 100 ഓഫ് ദീസ് സ്പേംസ് എൻ്റർ ദി ഓവിഡക്റ്റ്. ഇങ്ങനെ 400 ദശലക്ഷം സ്പേംസ് പോകുന്നുണ്ടോ എങ്കിലും, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും അവയിൽ 100ഓളം സ്പേംസ് മാത്രമേ അണ്ടവാഹിയിലേക്ക് പ്രവേശിക്കൂ, ആ ഒരു ഓവിഡക്റ്റിലേക്ക് പ്രവേശിക്കൂ. അതേഴ്സ് ഗെറ്റ് ഇൻറ്റിഗ്രേറ്റഡ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവ എന്ത് കൊടുക്കും? അവ നശിച്ചു പോവും. അതാണ് സംഭവിക്കുന്നത്. ഇത്രയാണ് അവിടെ നിന്ന് ഈ ഒരു പടം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ സ്പേംസ് ആ ഒരു ഓവിഡക്റ്റിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ വരുന്ന എല്ലാവരും കയറില്ല. അതിൽ എത്ര എണ്ണം കയറത്തുള്ളൂ? 400 ദശലക്ഷം വരുന്നതിൽ അവിടെ ഒരു 100 ഒക്കെ അവിടെ അതിന് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു പോകും എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, ഫെർട്ടിലൈസേഷൻ ഈസ് മോർ പോസിബിൾ ഡ്യൂറിങ് ദ ഡേയ്സ് ഫ്രം 10th to 17th ഓഫ് ദി മെൻസ്ട്രൽ സൈക്കിൾ. ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17 ദിവസം, ആ ഒരു ടൈമിൽ 10 മുതൽ 17 ദിവസത്തിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും ഫെർട്ടിലൈസേഷന് ഒരുപാട് പോസിബിൾ. ആ സമയത്താണ് സ്പേമും ഓവും തമ്മിൽ ഫ്യൂസ് ചെയ്യാനുള്ള, ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചു ഫെർട്ടിലൈസേഷൻ എന്താണെന്ന്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. അപ്പോൾ ആ സൈഗോട്ടിന് നമ്മുടെ ആ ഒരു യൂട്രസിലെത്തുന്നിടം വരെയും ഒരുപാട് വളർച്ചകളാണ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ തന്നേക്കുന്ന ഡയഗ്രാം വെച്ച് നോക്കാൻ പോകുന്നത് സൈഗോട്ടിൻ്റെ ഗ്രോത്താണ്.
നോക്കി, ഇവിടെ ആദ്യം ഓവവും സ്പേമും തമ്മിൽ ഫെർട്ടിലൈസേഷൻ നടന്നു. അത് കഴിഞ്ഞിട്ട് സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ട് എന്ന് വെച്ചാൽ സിക്ത് ആണ്. അപ്പം സൈഗോട്ട് ഉണ്ടായി. ആ ഡയഗ്രാം നോക്കിയാൽ മതി. ഈ സൈഗോട്ട് പിന്നെ എന്ത് സംഭവിക്കും? ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ സെൽ ഡിവിഷൻ നടക്കും. ആ ഒരു സെല്ല് 2 സെല്ലായിട്ട് മാറുന്നു, 2 സെല്ല് 4 സെല്ലായിട്ട് മാറുന്നു, ഇരട്ടിച്ച് 4 സെല്ല് 8 സെല്ലാവുന്നു. അങ്ങനെ റിപ്പീറ്റായിട്ട് സെൽ ഡിവിഷൻ നടക്കുകയാണ് അവിടെ. അങ്ങനെ സെൽ ഡിവിഷൻ നടന്ന് 8 16 ആകുന്നു. 16 മുതൽ 32 വരെയുള്ള സെൽ ഡിവിഷനെ പറയുന്നതാണ്, ആ ഒരു ഫോമിനെ പറയുന്നതാണ് മോറൂല. എന്താണ് മോറൂല? അപ്പം 60 to 32 സെൽ, അതിനെയാണ് മോറൂല. ആ ഒരു ഫോമിനെയാണ്, സൈഗോട്ടിൻ്റെ ഫോമേഷനെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രോത്തിനെയാണ് പറയുന്നത് മോറൂല. അങ്ങനെ ഈ മോറൂല ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കി, ഒരു സെല്ല്, ആ ഒരു സെല്ലിൻ്റെ ഒരു ഭാഗത്ത് സെൽ ഡിവിഷൻ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന രീതിയിൽ ഉള്ള ഫോമായിട്ട് മാറും. പിന്നെ അത് എവിടെ വരും? യൂട്രസ്. നമ്മുടെ യൂട്രസ് ആ സമയം എന്തെടുക്കുകയാണ്? ഇങ്ങനെ ഇംപ്ലാന്റേഷന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബ്ലഡ് സെൽസും എല്ലാം നിറഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് ഒരു കുഞ്ഞിന് കിടക്കേണ്ട രീതിയിൽ ആളിങ്ങനെ അതിങ്ങനെ തയ്യാറാക്കി വെച്ചേക്കാണ്. ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നെ നമ്മുടെ യൂട്രസിലെ 3 ലെയറുണ്ട് യൂട്രസിന്. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഈ എൻഡോമെട്രിയത്തിലാണ് ചെല്ലുന്നത്. എൻഡോമെട്രിയം എന്ന് വെച്ചാൽ ഏറ്റവും ഉള്ളിലുള്ള ഇന്നർ ലെയറാണ് യൂട്രസിൻ്റെ എൻഡോമെട്രിയം. അവിടെ വന്നിട്ട് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം നമുക്ക് പറയാം എന്താണ്, കുഞ്ഞ് അവിടെ എൻഡോമെട്രിയത്തിൽ വന്നിട്ട് പറ്റിപ്പിടിച്ച് വളർന്നുകൊണ്ടിരിക്കും. അവിടെ വച്ചിട്ടും ഒരുപാട് യൂട്രസിനുള്ളിൽ വന്നിട്ടും ഒരുപാട് പ്രോസസ്സുകൾ നടപ്പുണ്ട്, ഒരുപാട് വളർച്ചകൾ, ഈ സെൽ ഡിവിഷൻ തന്നെ തുടരുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഗ്രോത്ത് ഓഫ് സൈഗോട്ട്. മനസ്സിലായില്ലേ? ബ്ലാസ്റ്റോസിസ്റ്റ് ഗ്രോസ് അറ്റാച്ച്ഡ് ടു എ ലൈനിങ് കാൾഡ് എൻഡോമെട്രിയം. ബ്ലാസ്റ്റോസിസ്റ്റ് ചെന്ന് അവിടെ എൻഡോമെട്രിയത്തിൻ്റെ ലൈനിങ്ങിൽ ചെന്ന് പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. പിന്നെ അടുത്തത് എന്താണ്? അവിടെ പറ്റിപ്പിടിച്ച് ആ ഒരു വളർച്ചാ കാലഘട്ടങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇത്രയും വരെ ഓക്കെ ആയില്ലേ? അപ്പോൾ നമ്മൾ സൈഗോട്ടിൻ്റെ ഫോമേഷൻ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഗ്രോത്തും പഠിച്ചു കഴിഞ്ഞു സൈഗോട്ടിൻ്റെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള നോട്ട്സും ബാക്കി ഈ ചാപ്റ്ററിൻ്റെ ഭാഗവും അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ തരുന്നതായിരിക്കും. അപ്പം ഇഷ്ടപ്പെട്ടവർ, മനസ്സിലാവുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.